നമസ്കാരം, സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടാണോ PF ആണോ മികച്ചത് എന്നതാണ്. ചിലർ പറയാറുണ്ട് എനിക്ക് PF ഉണ്ട്, അതാണ് എൻ്റെ നിക്ഷേപം എന്ന് പറയാറുണ്ട്. ശരിക്കും PF ആണോ മ്യൂച്വൽ ഫണ്ടാണോ മികച്ചത്? ആദ്യമേ ഒരു കാര്യം പറയട്ടെ, രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാനേ പറ്റില്ല. രണ്ടും രണ്ട് തരം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാധനമാണ്. അത് നമ്മളിപ്പം ഒറ്റ നോട്ടത്തിന് നോക്കുകയാണെങ്കിൽ രണ്ടും നിക്ഷേപമാണ്. കാരണം നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ ഒരു എമൗണ്ട് നമ്മൾ PFലേക്ക് പോകുന്നു. ശമ്പളം കിട്ടുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വലിയ വ്യത്യാസം തിരിച്ചറിയണം. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നും. സേവിങ്സ് ഒരു ബാങ്കിൽ അക്കൗണ്ടിൽ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ താരതമ്യേന വളരെ സുരക്ഷിതമായൊരു നിക്ഷേപ മാർഗ്ഗമാണ് ഈ സേവിങ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് കിട്ടുന്ന റിട്ടേണും കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുകയാണെങ്കിലോ അത് നമ്മുടെ ആ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് വർദ്ധിക്കണമെന്നും കൂടുതൽ നേട്ടമുണ്ടാക്കണമെന്നും അത് ഇരട്ടിക്കണമെന്നൊക്കെ സ്വപ്നത്തോടു കൂടി നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അതിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ്, റിട്ടേൺ കൂടുതലാണ്. PF എന്ന് പറയുന്നത് റിസ്ക് കുറവാണ്, റിട്ടേണും കുറവാണ്. അപ്പം സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസമുള്ളത്, അതുപോലെ നമുക്ക് ഈ PFും അതുപോലെ മ്യൂച്വൽ ഫണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് പേരല്ല. രണ്ടും രണ്ട് പാരലൽ ലൈനിൽ പോകുന്ന രണ്ടെണ്ണമാണ്. എങ്കിലും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, എനിക്ക് എന്തിനാണ് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, എനിക്ക് PFൻ്റെ പണം ഉണ്ടല്ലോ എന്ന്. പക്ഷേ PF എന്ന് പറയുന്നത് ഒരു തരം സേവിങ്സ് ആണ്. നമുക്ക് നിക്ഷേപം വേണം, നമുക്ക് നമ്മുടെ കുറേ കൂടി വരുമാനം വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പെൻഷൻ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോഴേക്കും കുറേ കൂടി പണം വേണം. നമുക്ക് വ്യത്യസ്ത തരം മറ്റു ഗോളുകളൊക്കെ നേടാനുണ്ട്. PFലെ പണം കൊണ്ട് കുറച്ച് കാര്യങ്ങളല്ലേ സാധിക്കുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേടാനുണ്ടെങ്കിൽ, നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ, നമുക്ക് കുറേയധികം ഗോളുകളുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന നിക്ഷേപത്തിലും പണം ഇറക്കാം. PF അവിടെ നിന്നോട്ടെ. അപ്പം PF ഉണ്ടെന്ന് കരുതിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ പണം ഇടാതിരിക്കേണ്ട. മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് കരുതിയിട്ട് PFൽ സേവ് ചെയ്യാതിരിക്കും വേണ്ട. കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള നിക്ഷേപമാണ്. രണ്ടിനും രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ ഒരാൾ എനിക്ക് PF സേവിങ്സ് ഉണ്ടല്ലോ അത് മതി എന്ന് ചിന്തിക്കുന്നത് അത് തീർത്തും പേഴ്സണലാണ്. ഉദാഹരണത്തിന് എനിക്ക് എത്ര എൻ്റെ ഭാവിയിലെ ഗോൾ എന്താണെന്നുള്ളത് എൻ്റെ പേഴ്സണൽ സംഗതിയാണ്. അപ്പോൾ എനിക്ക് ആ PFലെ എമൗണ്ട് മതിയെന്ന് ഞാൻ അതിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് എനിക്ക് കുറേയധികം ഗോൾസ് ഉണ്ട് താനും, എനിക്ക് PFൽ എല്ലാം ഞാൻ PFൽ അല്ലെങ്കിൽ PFനെ കേന്ദ്രീകരിച്ചാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഗോളുകളുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗോൾ ഒബ്ജക്റ്റിനായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ നോക്കുന്നൊരു തെറ്റില്ല. അപ്പം PF ഉള്ളവന് മ്യൂച്വൽ ഫണ്ട് എടുത്താൽ ഒരു കുഴപ്പമില്ല. PF ഉണ്ടെന്ന് കരുതി എല്ലാത്തിനും PF ആണ് മറുപടി എന്ന് കരുതി ഇരിക്കുന്നതും തെറ്റാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണക്കിലൂടെ ഒന്ന് പറഞ്ഞുതരാമോ? ഈ PF മ്യൂച്വൽ ഫണ്ടോ? അപ്പോൾ നമ്മളതിനിപ്പം ഈ 1.5 ലക്ഷത്തിൻ്റെ ടാക്സ് ബ്രാക്കറ്റ് തന്നെ നോക്കാം. PFൽ നമ്മളിപ്പോൾ 1.5 ലക്ഷം ഇടുകയെന്ന് വിചാരിക്കാം. ആ PFൽ ഇടുന്ന 1.5 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കൈ കിട്ടുന്ന പണം ഓൾറെഡി എന്തായിരിക്കും, PF കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് ടാക്സ് ഇല്ല. PF എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണമാണ് അല്ലേ, നമ്മുടെ കയ്യിലുള്ള ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന പണമാണ് നമ്മുടെ കയ്യിലുള്ള സാലറി. പക്ഷേ അതിനു മുമ്പ് തന്നെ PF കട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 1.5 ലക്ഷം PFലേക്ക് പോകുമ്പോൾ 1.5 ലക്ഷം തന്നെ PFലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ ടാക്സ് കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്ന പണമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണമാകുമ്പോൾ ഓൾറെഡി ഇപ്പോൾ 1.5 ലക്ഷം എന്ന് പറയുന്ന സാധനം അതിൽ നമ്മൾ നിക്ഷേപിക്കാൻ പോവുകയാണെങ്കിൽ അതിന് ടാക്സിൻ്റെ പണം കൂടി മൂല്യം കൂടി പോയിട്ടുണ്ട്. മറ്റേതെന്താണ്, നമുക്ക് സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫലത്തിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന പണം 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ 1,50,000 ഒരു ഗുണമേ കിട്ടൂ. പക്ഷേ PFൽ ആ 1.5 ലക്ഷം നമുക്ക് ഫുള്ളായിട്ട് ടാക്സ് സേവിങ് കിട്ടുന്നുണ്ട്. മറ്റേതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട് അതിൽ. എന്ന് വെച്ചാൽ കുറച്ച് ക്ലാരിറ്റി വേണം. ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്, മറ്റൊന്ന് നമുക്ക്
നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ടാക്സ് അവിടെ പോകുന്നുണ്ട്. 30% ആണെങ്കിൽ 30%, 20% ആണെങ്കിൽ 20% പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. മറ്റത് നമുക്ക് പ്രശ്നമില്ല, ഓൾറെഡി നമ്മുടെ ശമ്പളത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ എല്ലാ കിഴിവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. മറ്റത് ആ ഒരു എമൗണ്ട് നമ്മൾ കാണണം. അങ്ങനെ വരുമ്പം നമ്മൾ സപ്പോസ് നമ്മൾ PPF-ലേക്ക് 1.5 ലക്ഷം ഇട്ടാൽ 1.5 ലക്ഷം തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതേ സമയത്ത് ഫലത്തിൽ നമ്മൾ PPF-ലേക്ക് 1.5 ലക്ഷം ഇടുമ്പോൾ നമ്മൾ ആ ടാക്സിൻ്റെ കണക്ക് കൂട്ടൽ കൂടി നടത്തിയാൽ മാത്രമേ ഒരു 1.5 ഒക്കെ പോവുള്ളൂ. അങ്ങനെ വരുമ്പം നമ്മൾ ഒരു ഈ 1.5 ലക്ഷത്തിന് നമ്മൾ 12 മാസം കൊണ്ട് ഹരിക്കുമ്പം സപ്പോസ് അത് 12,500 രൂപ മാസം നമ്മൾ PF-ൽ ഇടുന്നെന്ന് കരുതുക. അതിനൊരു 7.1% ആണ് നിലവിലെ ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് കരുതുക. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40.6 ലക്ഷം രൂപ അതായിട്ടുണ്ടാവും. അപ്പുറത്താണെങ്കിലോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു 1,05,000 വരുന്നതെങ്കിൽ അതിനെ നമ്മളൊരു 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഏകദേശം 8,750 രൂപയായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലിടുക. അതിന് നമ്മളൊരു 12% ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കാം. മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും 12% ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഏകദേശം 15 വർഷം കഴിയുമ്പോഴേക്കും ഏകദേശം 45 ലക്ഷം ആകും. പക്ഷേ ആ 45 ലക്ഷത്തിൽ നിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുക 40.74 ആയിരിക്കും. 40.74 ഒരു ഭാഗത്തും 40.6 മറുഭാഗത്തും. പക്ഷേ ഈ ഒരു കിട്ടുന്ന തുക ഉണ്ടല്ലോ, ഇത് രണ്ടും കമ്പയർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് PF ആണ് ലാഭം. എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന രണ്ട് ടൂളല്ലോ. നമ്മളിങ്ങനെ കമ്പയർ നോക്കുകയാണെങ്കിൽ ഈ ഡിഡക്ഷനും ടാക്സും എല്ലാം കൂടി കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം ഒരു പക്ഷേ PF ആയേക്കാം. പക്ഷേ ഇങ്ങനെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. PF എന്ന് പറയുന്ന ഒരു സേവിങ്സ് ആണ്, അതവിടെ നിന്നോട്ടെ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് നടക്കട്ടെ. മ്യൂച്വൽ ഫണ്ടിന് പകരം ടാക്സ് സേവിങ് ഫണ്ട് ആണെങ്കിലുള്ള ഗുണം എന്താണ്? ടാക്സ് സേവിങ് ELSS ആകുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ 1.5 ലക്ഷമാണ് ലിമിറ്റെങ്കിൽ 1.5 ലക്ഷത്തിന് നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പോൾ PF-ഉം ELSS അവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ടാക്സിൻ്റെ കിഴിവുണ്ട് 1.5 ലക്ഷത്തിന്. പക്ഷേ നമ്മൾ ഈ ELSS മെച്ചുവേർഡ് ആയിക്കഴിഞ്ഞ് 3 വർഷം എന്തായാലും ഏതൊരു ടാക്സ് സേവിങ്സ് ഫണ്ടിനും എന്തുണ്ടായിരിക്കും, ലോക്കിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ഈ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ പണം പിൻവലിക്കുമ്പോൾ ആ പണത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ അവിടെ PF-നൊന്നും കൊടുക്കണ്ട, പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ അതൊരു പോരായ്മയാണ്. അപ്പോൾ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10.5% അല്ലെങ്കിൽ 10% നമ്മൾ ELSS 10 മുതൽ 15% വരെ ELSS റിട്ടേൺ കിട്ടിയേക്കാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10% കൂട്ടുകയാണ്. ഇനി ഒരു 7 മുതൽ 8% വരെ നമുക്ക് PF-നും കിട്ടിയേക്കാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 രൂപ വെച്ച് നമ്മളൊരു 15 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപ നമുക്ക് ELSS-ലൂടെ കിട്ടും. PF-ലൂടെ ഒരു 34 ലക്ഷമേ കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാഭം ELSS-ൽ ഉണ്ട്. പക്ഷേ അല്ലേ, ഇത് വളരെ സിമ്പിളാണ്. ഒരിക്കലും നമ്മൾ രണ്ടും കമ്പയർ ചെയ്യരുത്. ഒന്ന് സേവിങ്സ് ആണ്, ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ വെറുതെ കണക്കിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, എനിക്ക് PF ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. PF മാത്രം പോരാ, നമുക്ക് മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ആ ഭൂമിയിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും നിക്ഷേപം നടത്തണം. നിക്ഷേപമാണ് എപ്പോഴും നമ്മുടെ അസറ്റിനെ വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കൂട്ടുന്നത്. ഇത്തരം സേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ റിട്ടേൺ മാത്രമേ തരുള്ളൂ, പക്ഷേ റിസ്ക് ഇല്ല, സമാധാനം ഉണ്ടായിരിക്കും. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ റിസ്കിൽ ഉള്ള ലോങ് ടൈം നിക്ഷേപമാണെങ്കിൽ PF നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ കൂടിയ റിസ്കിലും കൂടുതൽ ലാഭമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലൊരു നിക്ഷേപമാണ്. ഇനി കുറഞ്ഞ സമയമാണ്, കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് നല്ലൊരു നിക്ഷേപമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മൾ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ പണം നിക്ഷേപിക്കാൻ. രണ്ടും വേണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ PF-ലും പണം ഇടണം. നമുക്ക് PF-ലിടാൻ പണം ഇടുന്ന നമുക്ക് കമ്പനിയിൽ അതിന് വേണ്ട പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും PF-ൽ പണം ഇടണം. അതോടൊപ്പം നമ്മുടെ വ്യത്യസ്ത ഗോളുകൾക്കായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. ലാഭം കൂടുതൽ കിട്ടുമ്പോൾ റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് കിട്ടുന്നതുകൊണ്ടാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. മറ്റൊരിടത്ത് യാതൊരു റിസ്ക്കും ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ലിമിറ്റഡ് ആണ്. ഒരു 7%, 8% ഗ്രോത്ത് ആണെങ്കിൽ അപ്പുറത്ത് നമുക്ക് 12 മുതൽ 15% ഇടയിൽ നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ വിധേയമാണെങ്കിൽ പോലും നമുക്ക് റിട്ടേൺ കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരണം, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ സേവിങ്സിനൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റും നടത്തണം. അപ്പോൾ നമുക്ക് PF-ഉം വേണം, മ്യൂച്വൽ ഫണ്ടും വേണം.
തമ്മിൽ ഏതാണ് മികച്ചതെന്ന ചോദ്യം അപ്രസക്തമാണ്. എങ്കിലും ഒരു ബേസിക് 1.5 ലക്ഷം എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ PF ആണ് ലാഭം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ PF ഇല്ലാതെ PF എന്ന ജോലിയുടെ ഭാഗമാണ്. നമുക്ക് നിർബന്ധമായിട്ടും ഒരു പെർമനൻറ്റ് എംപ്ലോയിക്ക് എന്തായാലും PF ഉണ്ടായിരിക്കും. ആ PF വേണം. അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട് പോലെ നിക്ഷേപ മാർഗ്ഗങ്ങൾ നോക്കണം. സ്മാർട്ട് ഫണ്ട്സിൽ നമ്മളിന്ന് ചർച്ച ചെയ്തത് PF ആണോ മ്യൂച്വൽ ഫണ്ടാണോ മികച്ചതെന്നാണ്. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിലൊരു വ്യക്തത വന്നു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.